ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് അംഗീകാരം ലഭിച്ചതായി എച്ച് സലാം എംഎൽഎ പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 2020 NHAA അംഗീകരിച്ച DPRൽ ഉൾപ്പെടുത്താതിരുന്നതും എന്നാൽ പിന്നീട് MLA എന്ന നിലയിൽ ഉന്നയിച്ചതുമായ ആവശ്യങ്ങളിൽ ചിലതാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിലെ അടിപ്പാത, പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പറവൂർ ജംഗ്ഷനിലെ അടിപ്പാത, തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിലേക്കുള്ള റോഡ്, അമ്പലപ്പുഴ കച്ചേരിമുക്കിലെ ഉയരപ്പാതയുടെ സ്പാനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, വളഞ്ഞവഴി SN കവല, പായൽക്കുളങ്ങര എന്നിവിടങ്ങളിൽ അണ്ടർ പാസേജുകൾ എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ 13.8 മീറ്റർ വീതിയിൽ അണ്ടർപാസ് അനുവദിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ വടക്ക് ഭാഗത്ത് 18 മീറ്റർ വീതിയിൽ പുതിയ സ്പാനും 7 മീറ്റർ വീതിയിൽ സർവീസ് റോഡിനും അനുമതി ലഭ്യമായി. കൂടാതെ പറവൂർ ജംഗ്ഷനിൽ അണ്ടർ പാസേജും അനുവദിച്ചു. ഒപ്പം ആലപ്പുഴ ബീച്ചിലെ ബൈപ്പാസിന് ഇരുഭാഗത്തെയും വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓടയുടെ നിർമ്മാണവും അംഗീകരിച്ചു. അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ ഈ കുറേ അധികം ഭാഗത്ത് ഒരു സാമാന്യമായി അനുവദിക്കേണ്ട കാര്യം പോലും അനുവദിക്കാതെയാണ് 2020 അതിൻ്റെ DPR തയ്യാറാവുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശം അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല, പറവൂർ ജംഗ്ഷൻ ഉണ്ടായിരുന്നില്ല. തോട്ടപ്പള്ളി ഹാർബറിലേക്ക് പോകുന്ന റോഡ് ഏതാണ്ട് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു DPR. അവിടെയും അണ്ടർപാസോ സ്പാൻ എക്സ്റ്റൻഷനോ ഉണ്ടായിരുന്നില്ല. അമ്പലപ്പുഴ ജംഗ്ഷനിൽ 35 മീറ്റർ വീതിയുള്ളൊരു സ്പാനാണ് അവർ ഡിസൈൻ ചെയ്തത്. ആലപ്പുഴ ബീച്ചിൽ ബൈപ്പാസിൻ്റെ താഴെ രണ്ട് ഭാഗത്തും ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ. പായക്കുളങ്ങര ജംഗ്ഷനിൽ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നമെല്ലാം ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. ഇത് ഏതെങ്കിലും നിലയിൽ ഒഫീഷ്യലായി താഴേക്കൊരു ഡിസ്കഷനൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്തിരുന്നില്ല. MLA എന്ന നിലയ്ക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ വാങ്ങി അത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ റൈസ് ചെയ്തത്. ഏതാണ്ടൊരു 4 തവണയെങ്കിലും PD മാരായിട്ടുള്ളവരുടെ ഉൾപ്പെടെ യോഗം കളക്ട്രേറ്റിൽ ഞാൻ കത്തുകൊടുത്തതിൻ്റെ ഭാഗമായി വിളിച്ചു കൂട്ടി. നേരത്തെ PD ആയിരുന്ന പ്രദീപ്, ഇപ്പോൾ PD ആയിരിക്കുന്ന ബിബിൻ, പിന്നെ ഇവർ രണ്ടുപേരെയും ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് നേടാൻ വേണ്ടിയാണ് നോക്കിയത്. ഇപ്പോൾ അത്തരം ഒരു നീക്കത്തിൻ്റെ ഭാഗമായി നേരത്തെ MP ആയിരുന്ന പ്രിയപ്പെട്ട ആരിഫ്, അദ്ദേഹവും അതിൻ്റെ സഹായകരമായ നിലപാട് സ്വീകരിച്ചു. ഞാൻ ഇതിന് മുഖ്യമന്ത്രിക്കും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനും അത് രണ്ടുപേർക്കും കത്ത് കൊടുത്തു. അവർ ഇടപെട്ടു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് ഉന്നതതലത്തിലുള്ള യോഗം വിളിച്ചു കൂട്ടി. KRFBയുടെയും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും നാപ്പാക്കിൻ്റെയും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു. അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങളിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പറവൂർ ജംഗ്ഷനിലെ അണ്ടർപാസ് ഇപ്പോൾ അനുവദിച്ചു.